അമ്മയുടെ സ്നേഹം കല്ലറ വരെ, അപ്പന്റെ സ്നേഹം കല്ലറ വരെ, ഭാര്യയുടെ സ്നേഹം കല്ലറ വരെ, ഭർത്താവിന്റെ സ്നേഹം കല്ലറ വരെ, നമ്മുടെ പാർട്ടിക്കാരുടെ സ്നേഹം കല്ലറ വരെ, നമ്മുടെ കൂട്ടുകാരുടെ സ്നേഹം കല്ലറ വരെ, നമ്മുടെ ചങ്കിന് തുല്യമായി നമ്മളെ സ്നേഹിക്കുന്ന സകലരുടെയും സ്നേഹം കല്ലറ വരെ ഉള്ളൂ. കല്ലറയ്ക്കപ്പുറം നമ്മുടെ സ്നേഹം, നമ്മുടെ ആരുടെയും സ്നേഹം നിലനിൽക്കത്തില്ല. നമ്മളെ എത്ര ചങ്കിന് തുല്യമായി സ്നേഹിക്കുന്നവരാണെങ്കിലും ആ സ്നേഹം കല്ലറ കൊണ്ട് അവസാനിക്കും. കല്ലറയ്ക്കപ്പുറം ആ സ്നേഹം വരത്തില്ല. എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം, യേശുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് അത് കല്ലറ വരെയല്ല, കല്ലറയ്ക്കപ്പുറം നിത്യത മുതൽ നിത്യത വരെ നിലനിൽക്കുന്ന ഒരു സ്നേഹമുണ്ടെങ്കിൽ അത് ഭാര്യയുടെ സ്നേഹമല്ല, അത് ഭർത്താവിന്റെ സ്നേഹമല്ല, അത് മക്കളുടെ സ്നേഹമല്ല, അത് നാട്ടുകാരുടെ സ്നേഹമല്ല, അത് വീട്ടുകാരുടെ സ്നേഹമല്ല, അത് പാർട്ടിക്കാരുടെ സ്നേഹമല്ല, അത് മതത്തിലെ ആരുടെയും സ്നേഹമല്ല, അത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹമല്ല, അത് യേശു ക്രിസ്തുവിന്റെ സ്നേഹമാണ്. സ്നേഹിത, ഈ ലോകത്തിൽ ആരുടെ സ്നേഹവും നിന്നു പോകും. എന്നാൽ നിലനിൽക്കുന്ന ഒരു സ്നേഹമുണ്ടെങ്കിൽ അത് യേശുവിന്റെ സ്നേഹമാണ്. അതെ, നമ്മുടെ ജീവിതം ജീവിച്ചിരിക്കുമ്പോഴേ നമ്മളെ ആർക്കെങ്കിലും ആവശ്യമുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവന് വിലയില്ല, മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വിലയില്ല, മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആർക്കും വേണ്ട. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അവന് വിലയുണ്ട്. അവൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിന് ഇട്ടിരിക്കുന്ന വിലയെന്ന് പറയുന്നത്, ലോകപ്രശസ്തനായ ചാൾസ് ബേ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിന് ഇട്ടിരിക്കുന്ന വിലയെന്ന് പറയുന്നത് വെറും 6 രൂപ 40 പൈസയാണ്. 6 രൂപ 40 പൈസയാണ് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിന് ഇട്ടിരിക്കുന്ന വില. ലോകപ്രശസ്തനായ ചാൾസ് ബേ അദ്ദേഹം പറയുന്നത്, ഒരു കോഴിക്കൂട് അടിക്കുവാനുള്ള അല്പം കുമ്മായം ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തിൽ നിന്ന് കിട്ടും. 2 ഇഞ്ച് ആണി ഉണ്ടാക്കുവാനുള്ള അല്പം ഇരുമ്പ് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിൽ നിന്ന് കിട്ടും. 2 കഷ്ണം സോപ്പ് ഉണ്ടാക്കുവാനുള്ള അല്പം കൊഴുപ്പ് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിൽ നിന്ന് കിട്ടും. അങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി 6 രൂപ 40 പൈസയാണ് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിൽ നിന്ന് കിട്ടുന്ന വിലയെന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ വെറും 6 രൂപ 40 പൈസയ്ക്ക് വിലയുള്ളവരാണോ? നമ്മുടെ ശരീരം 6 രൂപ 40 പൈസയ്ക്കുള്ളതാണോ? ഒരിക്കലുമില്ല. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിൽ നിന്ന് കിട്ടുന്നത് വിലയാണ്. ലോകപ്രശസ്തനായ ചാൾസ് ബേ പറയുന്നത് വെറും 6 രൂപ 40 പൈസ. എന്നാൽ ഇവിടത്തെ ഒരു പശു ചത്താൽ, ഒരാട് ചത്താൽ, ഒരു പോത്ത് ചത്താൽ അതിന്റെ തൊലിക്കുമുണ്ട് 5000വും 6000വും രൂപ. എന്നാൽ ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ തൊലിക്ക് 1 രൂപ പോലും കിട്ടത്തില്ല. ആ മനുഷ്യന്റെ ശരീര അവയവങ്ങൾക്ക് മരണശേഷം 1 രൂപ കിട്ടത്തില്ല. എന്നാൽ ഞാൻ പറയാ, ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അവന്റെ ശരീരത്തിനും അവന്റെ ശരീരത്തിന് അകത്ത് ഉൾക്കൊള്ളുന്നതിനും നാം വിശുദ്ധ വേദപുസ്തകം ഇട്ടിരിക്കുന്ന വില എന്തെന്നറിയാമോ? വേദപുസ്തകത്തിൽ പറയുന്നത്, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ, തന്റെ ജീവനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനമെന്നാണ്. വേദപുസ്തകം ഇട്ടിരിക്കുന്ന വില 6 രൂപ 40 പൈസയല്ല. വേദപുസ്തകം ഇട്ടിരിക്കുന്ന വില 6 രൂപയല്ല. വേദപുസ്തകം ഇട്ടിരിക്കുന്നത് മുഴു ലോകത്തെക്കാളും വിലയുള്ളതാണ്. ഒരു മനുഷ്യന്റെ ജീവൻ എന്ന് പറയുന്നത്, ശരീരം എന്ന് പറയുന്നത്. അതെ, നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയ്ക്ക് സ്വന്തമായി 21,283 കിലോ സ്വർണം തനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു. അതെ, 2000-ൽ പരം ഏക്കർ ഭൂമി തനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു. കോടിക്കണക്കിന് രൂപയുള്ള താമസ ക്രമീകരണം, കൊട്ടാര തുല്യമായ വീടുകൾ തനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു. കോടിക്കണക്കിന് രൂപ തന്റെ അക്കൗണ്ടിൽ സ്വന്തമായി ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ചില്ലിക്കാശ് പോലും നമ്മുടെ അയൽ സംസ്ഥാനം ഭരിച്ചിരുന്ന ജയലളിത എന്ന് പറയുന്ന ആ വ്യക്തിക്ക് ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നതാണ്. ഞാനൊരു കാര്യം പറയാം, ലോകത്തെ കിടുകിട വിറപ്പിച്ച യുദ്ധവീരന്മാർ, ശക്തന്മാരൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു വ്യക്തിയാണ് മഹാനായ അലക്സാണ്ടർ എന്ന് പറയുന്ന വ്യക്തി. ലോകം മൊത്തം വെട്ടിപ്പിടിച്ചു.
തന്റെ 33 വയസ്സുകൊണ്ട് താൻ ലോകത്തെ കീഴടക്കി മഹാസമുദ്രത്തിന്റെ നേരെ പടവാൾ വീശിക്കൊണ്ട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, അല്ലയോ മഹാസമുദ്രമേ, നീയും ഒരു കരയായിരുന്നെങ്കിൽ ഞാൻ നിന്നെയും പരാജയപ്പെടുത്തുമായിരുന്നു. ലോകം മൊത്തം വെട്ടിപ്പിടിച്ച് ലോകം മൊത്തം ജയിച്ചടക്കിയ മഹാന് വെട്ടിപ്പിടിക്കാൻ രാജ്യങ്ങളില്ലാതെ മഹാസമുദ്രത്തെ നോക്കി പടവാൾ വീശിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, അല്ലയോ മഹാസമുദ്രമേ, നീയും ഒരു കരയായിരുന്നെങ്കിൽ ഞാൻ നിന്നെയും ജയിച്ചടക്കുമായിരുന്നു. അങ്ങനെ ആ ലോകം മൊത്തം വെട്ടിപ്പിടിച്ച മഹാനായ അലക്സാണ്ടർ തന്റെ 33-ാമത്തെ വയസ്സിൽ രോഗം പിടിപെട്ട് മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്. തന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായ ലിസിമാക്കസ് അടുക്കൽ വന്നപ്പോ അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ചിട്ട് മഹാനായ അലക്സാണ്ടർ ഇപ്രകാരം പറഞ്ഞു പോലും, ഡോ, എല്ലാം വെറുതെ ആയി പോയല്ലോ, ഈ വെട്ടിപ്പിടിച്ചതെല്ലാം വെറുതെ ആയി പോയല്ലോ, ഈ നേടിയതെല്ലാം വെറുതെ ആയി പോയല്ലോ, ഈ സമ്പാദിച്ചതെല്ലാം വെറുതെ ആയി പോയല്ലോ, എല്ലാം വെറുതെ ആയി പോയല്ലോ എന്ന് പറഞ്ഞ് ഈ മഹാനായ അലക്സാണ്ടർ വിതുമ്പി കരഞ്ഞു പോലും. അതെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ നമ്മൾ എന്തൊക്കെ നേടിയാലോ, ഇവിടെ നമ്മൾ എന്തൊക്കെ സമ്പാദിച്ചാലോ, ഇവിടെ നമ്മൾ എന്തെല്ലാം പ്രാപിച്ചാലോ, ഒരു കാര്യം ഞാൻ പറയാം, മരണശേഷം ഒന്നും നമ്മുടെ കൂടെ വരത്തില്ല, ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. മഹാനായ അലക്സാണ്ടർ ലോകത്തിലെ ഏറ്റവും വില കൂടിയ കൊട്ടാരത്തിലായിരുന്നു ഉറങ്ങിയത്. ലോകത്തിലെ ഏറ്റവും വലിയ കട്ടിലായിരുന്നു പവിഴവും അതുപോലെ മുത്തും ഒക്കെ കൊണ്ട് പൊതിഞ്ഞ കട്ടിലായിരുന്നു കിടന്നത്. എന്താ സംഭവിച്ചത്? മരണസമയം താൻ ഒറ്റപ്പെടുവാനിടയായി. തനിക്കൊന്നും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. തന്റെ ജീവിതം പരാജയമായി തീർന്നു. അതേ സ്നേഹിത, ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, ഈ ഭൂമിയിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും ഒന്നും നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ വീണ്ടും ജീവിക്കുമോ? മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ഈ ചോദ്യം ഇന്നും മനുഷ്യനെ അലതള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചോദ്യം ഇന്നും മനുഷ്യനെ തൊട്ട് നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ജീവിക്കുമോ? മനുഷ്യൻ ജീവിക്കുവാൻ കഴിയുമോ? ഒരു കാര്യം എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, മനുഷ്യന് ഈ ഭൂമിയിൽ മരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ജനിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം മരിച്ചേ പറ്റൂ. എത്ര ഉന്നതനാണെങ്കിലും, എത്ര സാമ്പത്തികത്തിനുടമയാണെങ്കിലും, എത്ര ശക്തനാണെങ്കിലും, എത്ര കഴിവുള്ളവനാണെങ്കിലും ഒരു ദിവസം മരിച്ചേ മതിയാകത്തുള്ളൂ. ഒരു ദിവസം ഈ ഭൂമി വിട്ടേ മതിയാകത്തുള്ളൂ. ഒരു ദിവസം ഈ ശരീരം വിട്ടേ മതിയാകത്തുള്ളൂ. ശരീരത്തിൽ വസിക്കുക, ശരീരം വിടുക, ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കുക. ഒരു മനുഷ്യന് 3 അവസ്ഥകളിലൂടെ കടന്നു പോകണം. 1, ശരീരത്തിൽ വസിക്കുക. 2, ഈ ശരീരം വിടുക. 3, ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കുക. ഈ 3 സംഗതി യാഥാർത്ഥ്യമാണ്. ശരീരത്തിൽ വസിക്കുന്നത് യാഥാർത്ഥ്യമെങ്കിൽ, ഈ ശരീരം വിടുന്നത് യാഥാർത്ഥ്യമെങ്കിൽ, ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നതും യാഥാർത്ഥ്യമാണ്. അതെ, മരിച്ചു കഴിഞ്ഞാൽ ഉയർപ്പിന്റെ ഒരു ദിവസം വരും. ദൈവം നമ്മളെ ഉയർപ്പിക്കും. ദൈവം നമ്മളെ വീണ്ടും ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരും. ഈ ഭൂമിയെ ശുദ്ധീകരിച്ച് 1000 ആണ്ട് വാഴുവാൻ, 1000 ആണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരും. വേദപുസ്തകം പറയുന്നു, യേശു കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരിച്ചാൽ ജീവിക്കുമോ? മരണത്തിനപ്പുറം ജീവിതമുണ്ടോ എന്ന് ചോദിക്കുന്ന പ്രിയരെ, സുഹൃത്തെ, യേശു ക്രിസ്തു പറഞ്ഞു, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കത്തില്ല. അതെ, മരിക്കാതെ ജീവിക്കണമോ? മരണമില്ലാത്തൊരു ജീവിതം നയിക്കണമോ? അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് പറഞ്ഞത്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മരിച്ചാലും ജീവിക്കും. ഇവിടുത്തെ ഏത് മതത്തിൽ നിങ്ങൾ വിശ്വസിക്കുക, ഏത് പാർട്ടിയിലോ നിങ്ങൾ വിശ്വസിക്കുക, ഏത് ജാതിയോ നിങ്ങളായിരിക്കുക,
അതൊന്നും എൻ്റെ യേശുവിന് വിഷയമല്ല. പക്ഷെ യേശുവിലൂടെ മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ. അല്ലാത്തൊരു കുറുക്ക് വഴി ഇവിടെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ആരൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും, ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ആ ദൈവിക ന്യായവിധി നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ഞാൻ 1-2 മിനിറ്റുകൾ കൂടെ കൊണ്ട് പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. മരണമില്ലാത്തൊരു ജീവിതം എങ്ങനെ നേടാം? ന്യായവിധി ഇല്ലാത്തൊരു ജീവിതം എങ്ങനെ നേടാം? ന്യായവിധിയും മരണവും ഇല്ലാത്തൊരു ജീവിതത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കാം? അതുകൂടെ ഞാൻ പറഞ്ഞ് എൻ്റെ സന്ദേശം നിർത്താൻ പോകുക. എങ്ങനെ നമുക്ക് മരണമില്ലാത്തൊരു ജീവിതം നയിക്കാം? എങ്ങനെ നമുക്ക് ന്യായവിധിയിൽ പെടാതെ രക്ഷപ്പെടാം? അത് മറ്റൊരു വഴിയുമില്ല. ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് ഭൂലോകത്തിന്റെ മധ്യഭാഗത്ത് ലോകത്തിന്റെ രക്ഷകനായ യേശു ക്രിസ്തു അവതരിക്കുവാനിടയായി. യേശു ക്രിസ്തു എല്ലാവരും ജനിക്കുന്നത് പോലെയല്ല യേശു ജനിക്കുവാൻ ഇടയായത്. യേശുവിന്റെ ജനനം വ്യത്യസ്തമായിരുന്നു. യേശുവിന്റെ ജീവിതം വ്യത്യസ്തമായിരുന്നു. യേശുവിന്റെ മരണം വ്യത്യസ്തമായിരുന്നു. യേശുവിന്റെ അടക്കം വ്യത്യസ്തമായിരുന്നു. എല്ലാവരും ജനിക്കുന്നത് പോലെയല്ല യേശു ജനിച്ചത്. എല്ലാവരും ജീവിക്കുന്നത് പോലെയല്ല യേശു ജീവിച്ചത്. എല്ലാവരും മരിച്ചതുപോലെയല്ല യേശു മരിച്ചത്. യേശു ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ പ്രവചിച്ചു യേശു എവിടെ ജനിക്കുമെന്ന്, യേശു ആരിലൂടെ ജനിക്കുമെന്ന്, യേശു എങ്ങനെ മരിക്കുമെന്ന് ഒക്കെ യേശു ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ പ്രവചിച്ചു. പ്രവാചകന്മാരുടെ ശ്രേഷ്ഠനായ യെശയ്യാവ് പ്രവചിച്ചത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. യേശുവിന്റെ ജനനം, യേശുവിന്റെ ജീവിതം, യേശുവിന്റെ മരണം ഒക്കെ വ്യത്യസ്തമായിരുന്നു. യേശുവിന്റെ ജനനം വ്യത്യസ്തമായിരുന്നു എന്ന് പറയാൻ കാരണം ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ഇഷ്ടത്താലല്ല യേശു ജനിക്കുവാനിടയായത്. മറിയ എന്ന ഒരു പെൺകുട്ടിയുടെ അരികിൽ ഗബ്രിയേൽ വന്നിട്ട് പറയുകയാ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേരിടണം. അതേ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജനനത്തെ കുറിച്ച് ഇതാ ദൂതൻ പറയുകയാണ്. സ്ത്രീയുടെയും പുരുഷന്റെയും ഇഷ്ടത്താൽ ചിലർ ഈ ഭൂമിയിലേക്ക് വന്നപ്പോ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ദൈവത്തിന്റെ ഇഷ്ടത്താലാണ്. കല്യാണം കഴിയാത്ത വിവാഹ നിശ്ചയം മാത്രം നടന്നിരുന്ന മറിയയുടെ അടുക്കൽ ഗബ്രിയേൽ വന്നിട്ട് പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണമെന്ന് ഗബ്രിയേൽ മറിയയോട് പറഞ്ഞപ്പോൾ മറിയ ദൂതനോട് ചോദിക്കുകയാ, ഇത് എങ്ങനെ സംഭവിക്കും? ഉടൻ ഗബ്രിയേൽ ദൂതൻ മറിയയോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. കണ്ടോ, കല്യാണം കഴിയാത്ത വിവാഹ നിശ്ചയം മാത്രം നടക്കപ്പെട്ടിരുന്ന മറിയയുടെ അടുക്കൽ ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് പറയുന്നു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അതിന് ചോദിച്ചപ്പോ ദൈവം അടുത്ത മറുപടി കൊടുക്കുക, ഇത് പരിശുദ്ധാത്മാവിനാൽ സംഭവിക്കും. ഈ ഭൂചരിത്രത്തിൽ മനുഷ്യൻ ഉണ്ടായത് സ്ത്രീയുടെയും പുരുഷന്റെയും ഇഷ്ടത്താൽ ആയിരിക്കുമ്പോൾ യേശുവിന്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. യേശു ക്രിസ്തുവിന്റെ ജനനം പരിശുദ്ധാത്മാവിനാലായിരുന്നു. യേശു ഈ ഭൂമിയിൽ നടന്നത് പരിശുദ്ധാത്മാവിനാലായിരുന്നു. യേശുവിന്റെ ജീവിതം, യേശുവിന്റെ മരണമൊക്കെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലും നിയോഗത്തിലുമായിരുന്നു. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിക്കാനിടയായി. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. യേശുവിനെ ആരെങ്കിലും ജനിപ്പിച്ചതല്ല, യേശു ക്രിസ്തു ജനിച്ചതാണ്. യേശു ക്രിസ്തുവിന്റെ മേല് ആർക്കും ഒരു അധികാരം പറയാനില്ല. യേശു ക്രിസ്തു മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരമായി
മാനവകുലത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് അവതരിച്ചതാണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ കാണുവാൻ വേണ്ടി കഴിയോ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി എന്നാണ്. ദൈവരൂപത്തിൽ സ്വർഗത്തിലിരുന്ന യേശു കർത്താവ് സ്വർഗീയ മഹിമകളും ദൈവിക സിംഹാസനങ്ങളും പദവികളും എല്ലാം ഉപേക്ഷിച്ച് ഈ താണഭൂമിയിൽ മാനവകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടി യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നതാണ്. അതെ, 33.5 വയസ്സുവരെ യേശു ക്രിസ്തു എന്നെയും നിങ്ങളെയും പോലെ ഈ ഭൂമിയിൽ ജീവിച്ചു. പാപികൾക്ക് പാപമോചനം കൊടുത്തു, രോഗികൾക്ക് രോഗസൗഖ്യം കൊടുത്തു, കുരുടന് കാഴ്ച കൊടുത്തു, മുടന്തനെ നടത്തിപ്പിച്ചു, കുഷ്ഠരോഗിയെ ശുദ്ധമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, വെള്ളത്തെ വീഞ്ഞാക്കി, അപ്പത്തെ വർദ്ധിപ്പിച്ചു, നാടെങ്ങും അത്ഭുതം ചെയ്തു. ഈ ഭൂമിയിൽ ഒരു സുവർണ കാലമായി യേശുവിൻ്റെ കാലമായിരുന്നു. ആർക്കും ഒന്നിനും കുറവില്ലാത്ത വിധം യേശു കർത്താവിൻ്റെ സന്നിധി വന്ന എല്ലാവരെയും സ്നേഹിച്ച് കരുതി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. യേശുവിൻ്റെ ഈ ഭൂമിയിലെ വാസം ആയിരുന്ന വർഷം വളരെ സന്തോഷമായിരുന്നു. മരിച്ചവരെ ഉയർപ്പിച്ചു, കുരുടന് കാഴ്ച കൊടുത്തു, മുടനെ നടത്തിപ്പിച്ചു, കുഷ്ഠരോഗിയെ ശുദ്ധമാക്കി, ചെകിടനെ കേൾപ്പിച്ചു, നാടെങ്ങും നന്മ ചെയ്തു. മരിച്ചു നാറ്റം വെച്ച് 4 നാളായ ലാസറിനെവരെയും പച്ച ശരീരത്തിൽ വിളിച്ചു. മരിച്ചവരെ ഉയർപ്പിച്ചു. കേട്ടോ, മരിച്ചാ ജീവിക്കും. കേട്ടോ, അതേ പ്രിയരെ, ഒരു തെറ്റും ചെയ്തില്ല. പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമില്ലാത്ത യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചു. എന്നാൽ ലോകം യേശുവിന് കൊടുത്തത് പട്ടുമെത്തയല്ല, യേശുവിന് ലോകം കൊടുത്തത് പൂമാലയല്ല, യേശുവിന് ലോകം കൊടുത്തത് സ്ഥാനമാനങ്ങളല്ല, യേശുവിന് ലോകം കൊടുത്തത് ഉയർച്ചകളല്ല, യേശുവിന് ലോകം കൊടുത്തത് കുരിശുമരണമായിരുന്നു. 5 കോടതികളിൽ 7 പ്രാവശ്യം യേശു കർത്താവിനെ മാറി വിസ്തരിച്ചിട്ടും ഒരു തെറ്റും കണ്ടുപിടിക്കുവാൻ അന്നത്തെ മതക്കോടതികൾക്കോ സിവിൽ കോടതികൾക്കോ കഴിഞ്ഞില്ല. യേശു ക്രിസ്തുവിനെ മാറി വിസ്തരിച്ചു. ആർക്കും ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. യേശുവിൽ പാപമില്ലായിരുന്നു, യേശു പാപം ചെയ്തിട്ടില്ലായിരുന്നു, യേശു പാപം അറിയാത്തവനായിരുന്നു. പാപമൊഴികെ സകലത്തിനും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട യേശുവിൽ പാപം കണ്ടുപിടിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല എന്നതാണ്. കേൾക്കുന്ന പ്രിയരെ, 5 കോടതികളിൽ 7 പ്രാവശ്യം മാറി യേശുവിനെ വിസ്തരിച്ചു. യേശുവിനെ വിസ്തരിച്ചവർ സർട്ടിഫിക്കറ്റ് ചെയ്തു, ഇവനിൽ പാപമില്ല, ഇവനിൽ ഒരു പാപവുമില്ല. പീലാത്തോസ് പറഞ്ഞു, ഇവനിൽ പാപമില്ല. പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞു, ആ നീതിമാന്റെ കാര്യത്തിൽ നീ ഇടപെടരുത്. യേശുവിനെ കാണിച്ചു കൊടുത്ത യൂദ പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. ശതാധിപൻ പറഞ്ഞു, ഇവൻ വാസ്തവമായി ദൈവപുത്രനായിരുന്നു. അതെ, എല്ലാവരും യേശുവിനെ നീതിമാനെന്ന് മുദ്രകുത്തി. യേശു കർത്താവ് ചോദിച്ചു, നിങ്ങളിൽ ആർക്കെന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്താം? പാപം അറിയാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, ജനനത്തിലും പാപമില്ല, ജീവിതത്തിലും പാപമില്ല, മരണത്തിലും പാപമില്ല. മനുഷ്യനായി ജനിച്ച എല്ലാവർക്കും പാപമുണ്ട്. ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുമ്പോ യേശുവിൽ പാപമില്ലായിരുന്നു. യേശു ക്രിസ്തു പാപം ചെയ്തിട്ടില്ലായിരുന്നു. പാപമില്ലാത്ത പരിശുദ്ധനായി ഭൂമിയെ ജീവിച്ച ഒരാളെ ഉള്ളൂ. നിങ്ങൾക്ക് യേശു അല്ലാതെ മറ്റൊരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചു തരാനുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഈ പ്രസംഗം നിർത്താം. ഹല്ലേലൂയ. യേശു ക്രിസ്തു അല്ലാതെ ഒരു പരിശുദ്ധൻ ഈ ഭൂമിയിൽ ഉണ്ടെന്ന് നിങ്ങൾ തെളിയിച്ചു തന്നാൽ, നിങ്ങൾ തെളിവ് തന്നാൽ ഈ പ്രസംഗം ഇന്ന് ഞാൻ നിർത്താം. കാരണം പാപമില്ലാത്ത യേശുവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. യേശുവിന്റെ ഒപ്പം നിർത്താൻ ഒരാളുണ്ടെങ്കിൽ ഇപ്പൊ കാണിച്ചതാ. ആമേൻ. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, യേശു ക്രിസ്തു പാപമൊഴികെ സകലത്തിനും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടു, പക്ഷേ പാപമില്ല. യേശു തന്നെ ചോദിച്ചു, എന്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താൻ ആർക്കാ കഴിയുന്നത്?
ആരുമില്ല. അന്നത്തെ മതക്കോടതിയും അന്നത്തെ സിവിൽ കോടതിയും കൈകോർത്ത് നിന്ന് യേശുവിൽ ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ നോക്കി. കള്ളസാക്ഷികളെ കൂടെ നിർത്തി. പക്ഷെ ഒരു തെറ്റും കണ്ടുപിടിക്കാൻ അന്നത്തെ മതക്കോടതിക്കും സിവിൽ കോടതിക്കും കഴിഞ്ഞില്ല എന്നതാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു കാര്യം പറയട്ടെ, എന്നിട്ടും യേശുവിനെ വെറുതെ വിട്ടില്ല. അന്നത്തെ കൊടും ക്രിമിനലായിരുന്ന ബറബാസിനെ ലോകം വെറുതെ വിട്ടു. ഒരു തെറ്റും ചെയ്യാത്ത യേശുവിനെ ക്രൂശിക്കാൻ കയറ്റി. വെറുതെ ക്രൂശിക്കാൻ കയറ്റിയില്ല. പീലാത്തോസിന്റെ കൽത്തളത്തിലിട്ട് ഒന്നു കുറയെ 40 അടികൾ യേശുവിന്റെ ശരീരത്തടിച്ചു. ചാട്ടവാറുകൾ കൊണ്ടുള്ള ആഞ്ഞാഞ്ഞ അടികൾ യേശുവിന്റെ ശരീരം കീറി മുറിഞ്ഞു. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് യേശു വിരൂപമായി യേശുവിന്റെ ശരീരം അടിച്ചു കീറി. യേശുവിന്റെ കൈകാലുകൾ ആണികൾ അടിച്ചു. യേശുവിന്റെ മുഖത്തെ റോമൻ നാണയങ്ങൾ ചേർത്ത് വെച്ച് പിഴുതെടുത്തു. യേശുവിന്റെ കണ്ണത്തടിച്ചു. യേശുവിന്റെ മുഖത്ത് കട്ടക്കവം കർക്കിച്ചു തുപ്പി. യേശുവിന്റെ തലയിൽ മുൾക്കിരീടം വെച്ച് ആഞ്ഞടിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പങ്കപ്പാടുകൾ സഹിക്കുവാനിടയായി. ആ യേശു ക്രിസ്തു ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ജീവിക്കുക. ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് ഭൂലോകത്തിന്റെ മധ്യഭാഗമായ പാലസ്തീന്റെ പച്ചമണ്ണിൽ ലോകത്തിന്റെ രക്ഷകൻ സ്നേഹിത നിനക്ക് വേണ്ടി മരിച്ചു. യേശു മരിച്ചത് ഒരു മതം സ്ഥാപിക്കാനല്ല. യേശു നിനക്ക് വേണ്ടി മരിച്ചു. നീ യേശുവിന് വേണ്ടി എന്തു ചെയ്തു? സ്നേഹിത, നമ്മുടെ യാത്രകളെല്ലാം ആ സ്വർഗീയ അനുഭവത്തിലേക്കാകട്ടെ. നമ്മുടെ യാത്രകൾ നിത്യതയിലാകട്ടെ. നമ്മുടെ യാത്രകൾ സന്തോഷമായിരിക്കട്ടെ. അതെ, നമ്മുടെ യാത്ര കർത്താവിങ്കിലേക്കാകട്ടെ. നമ്മുടെ യാത്ര, ഈ ദേശം നശിക്കും, ഈ ലോകം നശിക്കും, ഈ പ്രസംഗിക്കുന്ന ഞാനും ഇവിടെ നിന്ന് പോകും. പക്ഷെ നശിക്കാത്ത ഒന്നുണ്ട്, നിത്യത, സ്വർഗരാജ്യം. ആ രാജ്യത്തിലേക്ക് പോകാൻ കഴിയുമോ? യേശുക്രിസ്തുവിന്റെ കാൽകളിൽ ആണിയടിച്ചത് എന്തിനെന്നറിയാമോ? യേശുവിന്റെ കന്നത്തടിച്ചത് എന്തിനെന്നറിയാമോ? യേശുവിന്റെ പുറമെല്ലാം ഉഴവ് ചാല് പോലെ കീറപ്പെട്ടത് എന്തിനെന്നറിയാമോ? യേശുവിന്റെ തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കിയത് എന്തിനെന്നറിയാമോ? യേശു ഇതെല്ലാം അനുഭവിച്ചത് എന്തിനെന്നറിയാമോ? അതെ, എന്റെ നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി. യേശുവിന്റെ കാൽകളിൽ ആണിയടിച്ചത് സ്നേഹിത, നീ കാൽകൾ കൊണ്ട് നടന്നുപോയി ചെയ്ത പാപങ്ങൾക്ക് വേണ്ടി. യേശുവിന്റെ കൈകളിൽ ആണിയടിച്ചത് ഈ കൈകൾ കൊണ്ട് ചെയ്ത പാപങ്ങൾക്ക് വേണ്ടി. യേശുവിന്റെ തലയിൽ മുൾക്കിരീടം വെച്ച് ആഞ്ഞടിച്ചത് നമ്മൾ ചിന്തിച്ചു കൂട്ടിയ പാപങ്ങൾക്ക് വേണ്ടി. യേശുവിന്റെ ശരീരമാസകൽ അടിച്ചു തകർക്കപ്പെട്ടത് നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി. യേശു ഒരു ശാപമായി തീർന്നു. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു ഒരു ശാപമായി. അത് എന്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രൂശിൽ കയറി. ആ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കുമോ? ഇനിയുള്ള ആയുസ് യേശുവിന് വേണ്ടി ജീവിക്കുമോ? യേശുവേ, എനിക്ക് അങ്ങേക്ക് വേണ്ടി ജീവിക്കണം. ഇതുവരെ ഞാൻ ലോകത്തിന് വേണ്ടി ജീവിച്ചു. ഇതുവരെ ഞാൻ പാപത്തിന് വേണ്ടി ജീവിച്ചു. ഇതുവരെ ഞാൻ സകല കാര്യങ്ങൾക്ക് വേണ്ടി, ലോകമുഖങ്ങൾക്ക് വേണ്ടി. ഇനി എൻ്റെ പ്രാണനാഥന് വേണ്ടി, യേശുവിന് വേണ്ടി, ലോകത്തിന് വേണ്ടിയല്ല, യേശുവിന് വേണ്ടി ജീവിച്ചു. ആ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ. യേശുവേ, ഞാനൊരു പാപിയാണ്. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അങ്ങ് മരിച്ചു. അങ്ങ് ക്രൂശിൽ കയറി. അങ്ങയുടെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യമുണ്ട്. അങ്ങയിലൂടെയുള്ള രക്ഷയും സമാധാനവും സന്തോഷവും പ്രാപിപ്പാൻ എന്നെ അങ്ങ് ഒരുക്കണം. എനിക്ക് അനിത്യത വേണം. എനിക്ക് പാപം വേണ്ട, ഈ ശാപം വേണ്ട, ലോകം വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് നിത്യത മതി, നിത്യ സന്തോഷം മതി, ദൈവരാജ്യം മതി. ആ കർത്താവിലൂടെയുള്ള നിത്യ സന്തോഷവും സമാധാനവും പ്രാപിപ്പാൻ ഈ ദേശത്തിൽ എല്ലാവരെയും സഹായിക്കട്ടെ. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു.